കോടിക്കണക്കിന് ടൂറിസ്റ്റ് പൊക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് കാശ്മീർ. ഇങ്ങനെ ടൂറിസം മെച്ചപ്പെടുന്ന വഴി അവിടെയുള്ള ജനങ്ങൾക്ക് അവരുടെ ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോകാനും അതുവഴി പൈസ ഉണ്ടാകാനും പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ മാറി അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടാനും തുടങ്ങിയായിരുന്നു. ഇങ്ങനെയൊക്കെ നല്ല ജീവിത നിലവാരത്തിൽ വരുമ്പോഴത്തേക്കിന് അവർ ചിന്തിക്കുന്നത് ഇന്ത്യ ഗവൺമെന്റ് നല്ലതാണ്, ഇന്ത്യ നമുക്ക് വേണ്ടി നല്ലതാണ് ചെയ്തത്, മോദി നല്ലതാണ് ചെയ്തത്, അതുകൊണ്ട് നമുക്ക് ഇന്ത്യയുടെ കൂടെ നിൽക്കാം എന്നൊക്കെ അവർക്ക് തോന്നി തുടങ്ങും. പക്ഷെ ഇപ്പം എന്താണ് സംഭവിച്ചത്? ഇത്രയും പേര് കൊല ചെയ്യപ്പെട്ടത് വഴി ഇനി ജീവനിൽ പേടിയുള്ള ഒരാളും അടുത്ത സമയത്തൊന്നും കാശ്മീരിലേക്ക് പോകാതെയാകും. അതുവഴി ഈ ജനങ്ങളുടെ, ഈ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ ബിസിനസ് എല്ലാം നിന്നുപോകും. അവർ വീണ്ടും പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും ഒക്കെ പോകും. അന്നേരം അവരെന്ത് ചെയ്യും? വീണ്ടും ഇന്ത്യയെ പഴിക്കാൻ തുടങ്ങും. പാകിസ്ഥാനിലേക്ക് തിരിച്ചു പോകാം, അങ്ങനെ പോകാം, ഇങ്ങനെ പോകാം എന്നൊക്കെ അവർക്ക് തോന്നി തുടങ്ങും. ഈ ഒരു തോന്നിപ്പിക്കുക എന്നുള്ളതാണ് ഈ തീവ്രവാദികളുടെ ഉദ്ദേശവും. അങ്ങനെ എല്ലാവരിലും ഭീതി ഉളവാക്കുക.